ഇതിലൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് വളരെ തിടുക്കത്തിൽ നാം ആയിരിക്കുന്നല്ലോ. തിരുവചനത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുവാൻ വളരെ ആഗ്രഹത്തോടുകൂടെ വാഞ്ചയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവവചനമാണ് നമ്മളെ ഓരോ ദിവസവും കഴുകുന്നത്. ദൈവവചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ദൈവവചനമാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് ദൈവവചനം എന്ത് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന ഒരു വാക്യവും ഒരു ചിന്തയും വെളിപ്പാട് പുസ്തകം അതിൻ്റെ റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 20. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണിത്. ഇതിനോടനുബന്ധിച്ച് ഒരു ഫോട്ടോ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യും. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതമൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് നാം ആയിരിക്കുന്നത്. അല്പകാലമേ ഉള്ളൂ നമുക്ക് ഈ ലോകത്തിൽ. ഇപ്പം നാം ആയിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ നാം ആയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലും ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്തയാണ്, നാം കർത്താവിനോടുകൂടെ എത്രയും അധികം ചേരുന്നോ അത്രയും നമുക്ക് ദൈവത്തോട് കൂടെ പോകുവാനായിട്ട് കഴിയും. റോമാലേഖനത്തിൽ അങ്ങനെയാണല്ലോ, നാം കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, അവനോട് കൂടെ മരിച്ചെങ്കിൽ മാത്രമേ അവനോട് കൂടെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ കൂടെ നമുക്ക് മരിച്ചില്ലെങ്കിൽ, കർത്താവിനോട് കൂടെ ഓരോ ദിവസവും ചേർന്നില്ലെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് അവനോട് കൂടെ ചേർന്നിരിക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഞാനൊരു പടം കാണിക്കാനായിട്ട് ആഗ്രഹിച്ചത് അത് മറ്റൊന്നുമല്ല, സെൻറ്റ് പോൾ കത്തീഡ്രലിൽ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. അവിടെ ആ ചിത്രത്തിൽ ഇങ്ങനെയാണ്, യേശു ഒരു ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതിൻ്റെ ഈ നാം വായിച്ച വാക്യത്തിന് ആധാരമായിട്ടാണ് ആ വാക്യം, ആ പടം ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. നല്ല വളരെ ഫേമസായ ഒരു ചിത്രമാണിത്. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ഞങ്ങൾ പണ്ടൊക്കെ ക്രിസ്മസ് കാർഡുകളിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു ചിത്രമാണിത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പക്ഷേ കോപ്പി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണിത്. ഇത് വളരെ ഫേമസായ ഒരു പടമാണ്. ഇവിടെ ഈ ചിത്രത്തിന് ഒരു ഉദാഹരണം, ഒരു കഥ ഇതിനോട് അനുബന്ധിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു പിതാവും ഒരു പുത്രനും കൂടെ ഈ കത്തീഡ്രലൊക്കെ കാണാനായിട്ട് പോയപ്പോഴെല്ലാ ഫോട്ടോസിൻ്റെ അടുത്ത് വന്ന് ഈ മകന് അപ്പൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഈ ചിത്രത്തിൻ്റെ എന്താണ് കാര്യങ്ങൾ. അങ്ങനെ ഈ ചിത്രത്തിൻ്റെ അടുക്കൽ വന്നപ്പോഴും മകൻ ഇതിനോട് അപ്പനോട് ചോദിച്ചു, ഈ ചിത്രത്തിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് ചോദിച്ചാൽ ഈ വാതിലിന് ഹാൻഡിൽ വെളിയിലില്ല. ഹല്ലേലൂയ. ഇതിന് ഹാൻഡിൽ വെളിയിലില്ല. ഇവിടെ യേശു വന്ന് ഈ കതവിൽ മുട്ടുക. അപ്പോൾ ആരെങ്കിലും തുറന്നിട്ടല്ലാതെ ഇതിനകത്തോട്ട് കയറാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ യേശുവിനെ പോലെ ജെൻറ്റിലായിട്ടുള്ള ഒരാളില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിലൊക്കെ പലപ്പോഴും സേറയൊക്കെ പറയാറുണ്ട്, എൻ്റെ റൂമിലോട്ട് വരുവാണെങ്കിൽ മുട്ടിയിട്ടും ചോദിച്ചിട്ടും ഒക്കെ വരാമെന്ന്. നമ്മളിങ്ങനൊരു സ്റ്റോം പോലല്ലേ നമ്മൾ പിള്ളേരുടെ റൂമിൽ ചെന്ന് കയറുന്നത്. പ്രൈസ് ലോർഡ്. പക്ഷേ യേശു അങ്ങനെ ചെല്ലത്തില്ല. യേശു ഭയങ്കര ജെൻറ്റിലാണ്. ഇന്നും മുട്ടിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും വാതിൽ തുറന്നെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, കഥയൊക്കെ കഴിഞ്ഞു. മോന് വീട്ടിൽ വന്നു. അന്ന് ക്ഷീണിച്ച് താനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അപ്പം പറഞ്ഞു ബെഡ് ടൈമൊക്കെ ആയി. കൊച്ചിനെ കിടക്കയിൽ കിടത്തി. അപ്പൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, അപ്പം മോൻ ചോദിച്ചു,
എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പം പറഞ്ഞു, എന്താണ് നിൻ്റെ ചോദ്യം? പറഞ്ഞു, യേശു ഇപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുവാന്നോ അതോ ആരെങ്കിലും കഥ തുറന്ന് കാണുമോ? ഹല്ലേലൂയ. UK അവിടുത്തെ കാലാവസ്ഥയിൽ മഞ്ഞ് പെയ്യുന്ന സന്ധ്യകൾ. ഇപ്പോൾ കുഞ്ഞിൻ്റെ വിചാരം ഇപ്പോഴും ആ മഞ്ഞത്ത് യേശു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരും കഥ തുറക്കുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ഒക്കെ യേശു വേണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒരു ചടങ്ങുകൾ ഫോളോ ചെയ്യുമ്പോൾ യേശു ഉണ്ടോ എന്ന് ചിന്തിക്കാറില്ല. ഇതിനോട് ചേർന്ന് ഞാൻ പണ്ടാരോ പറഞ്ഞ ഒരു ദൈവദാസൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. പണ്ടൊരിക്കൽ ഈ യൂറോപ്പിലൊക്കെ റേസിസം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വെള്ളക്കാർക്ക് സെപ്പറേറ്റ് ആരാധനയും മറ്റ് കളേഴ്സിന് ഡിഫറെൻ്റ് ആരാധനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു മനുഷ്യൻ എമിഗ്രൻ്റ് ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ ആരാധനയ്ക്ക് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ വാതിൽ നിന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ചർച്ച് ഇതല്ല, നിങ്ങൾക്ക് വേറെ ചർച്ച് കുറച്ച് ദൂരെയുണ്ട്. അപ്പോൾ അങ്ങനെ ആ മനുഷ്യനെ ചർച്ചിൽ കയറ്റിയില്ല. ആ ചർച്ചിങ്ങനെ ആ മനുഷ്യനിങ്ങനെ വളരെ ഭാരപ്പെട്ടിങ്ങനെ താനിങ്ങനെ പോകുന്ന വഴിയിൽ തൻ്റെ കൂടെ ഒരു മനുഷ്യൻ നടന്നു. ചോദിച്ചു, എന്താണ് മോനെ നിൻ്റെ പ്രശ്നം? നിന്നെ അവർ ചർച്ചിൽ കയറ്റിയില്ലല്ലേ? അപ്പം പറഞ്ഞു, ഇല്ല കയറ്റിയില്ല. അപ്പോൾ പറഞ്ഞു, അവരെന്നെയും കയറ്റില്ല, എന്നെ അവർ ആരാധിക്കുന്നത്, ഞാൻ യേശുവാ, പക്ഷേ എന്നെയും അവർ ചർച്ചിൽ കയറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാനായിട്ടിടയായി. എൻ്റെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര മാത്രം യേശു നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ചിന്തിക്കേണ്ട ഒരു ചിന്തയല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ എത്രത്തോളം യേശുവിന് വേണ്ടിയിട്ട് നാം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഓരോ വചനധ്യാനത്തിലും ഓരോ മെഡിറ്റേഷനിലും കർത്താവ് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുട്ടുക. കർത്താവ് ഇടിച്ചു തുറക്കാറില്ല. കർത്താവ് ഇന്നും മുട്ടിക്കൊണ്ടിരിക്കാതെ ഉള്ളൂ. നമ്മൾ തുറന്നാൽ അവൻ നമ്മോട് കൂടെ വസിക്കും. ഹല്ലേലൂയ. നമുക്ക് തുറക്കാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തുറക്കാതെ നമുക്ക് ആരാധന നടത്താൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റും. പക്ഷേ കർത്താവ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. കർത്താവ് ഇല്ലാത്ത ജീവിതവും വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ഒറ്റ ആഗ്രഹം, നാം എവിടെ ആയിരിക്കുമ്പോൾ, നാം ആരാധനയിലൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കണം. എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയമൊക്കെ അടച്ച് മുറുക്കി ഒരു കാരണവശാലും ഞാൻ തുറക്കത്തില്ലെന്നുള്ള ഇനി അറിയാതെ എങ്ങനെ തുറന്നു പോകുമെന്ന് വെച്ചിട്ട് നമ്മൾ പൂട്ടി താക്കോലും പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, തുറക്കത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മാറ്റവും എനിക്ക് ഉണ്ടാകല്ലെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റായ ഹൃദയം, കർത്താവേ ഇന്ന് നീ എന്നോട് സംസാരിക്കണം, ഇന്ന് എൻ്റെ ഹൃദയത്തിലൊരു മാറ്റം സംഭവിക്കണം, എന്നൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വേണം, എന്നോട് ദൈവം ഇടപെടണം. എൻ്റെ അകത്ത് എത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയറുന്നോ, എൻ്റെ അകത്ത് എത്രത്തോളം അവൻ നിറയുന്നോ, അത്രത്തോളം എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കട്ടെ. നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഷോർട്ടായ ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളെല്ലാം വിചാരിക്കും നമ്മളിവിടെ എല്ലാം വലിയൊരു മാർക്കൊക്കെ സൃഷ്ടിച്ചിട്ട് പോകുന്ന വ്യക്തികളാണെന്ന് നമ്മൾ വിചാരിക്കും. ഒരു സ്പാനിഷ് കവിത, അത് ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ്. ഇപ്പോൾ ജോർജ് ജീവിച്ചിരുന്നു. അപ്പോൾ ജോർജ് പറഞ്ഞു 80 വർഷം താൻ ജീവിച്ചു. 80 വർഷം ജീവിച്ചപ്പോൾ താൻ 1000 ഗാലൻ വെള്ളം കുടിച്ചു. എന്നിട്ട് 500 ടൺ ഗോതമ്പ് കഴിച്ചു, 500 ടൺ പൊട്ടേറ്റോസ് പുള്ളി കഴിച്ചു. എന്നിട്ട് 2 വിവാഹം കഴിച്ചു. 2 വിവാഹത്തിലും കൂടെ പുള്ളിക്ക് 12 കൊച്ചുങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ മരിച്ചു. തനിക്ക് 2 ഭവനം ഉണ്ടായിരുന്നു. ഇതൊരു കവിതയാണ്. 2 ഭവനം ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് താൻ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഹൈവേ വന്നപ്പോൾ ഈ ഗവൺമെൻറ്
പുള്ളിയുടെ 2 വീടിൻ്റെയും നടുവിലൂടെ ഒരു ഹൈവേ പണിഞ്ഞു. അപ്പോൾ 2 വീടും പോയി. അപ്പോൾ ഈ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വണ്ടിയിലിരുന്ന് കുറച്ച് നേഴ്സറി പിള്ളേർ ഹാപ്പി ഡേ എന്നുള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അറിയത്തില്ല ഇവിടെ താമസിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നെന്നും, ഇവിടെ ജോർജ് 2 കല്യാണം കഴിച്ചെന്നുള്ളതും, ജോർജിൻ്റെ 2 വീടുണ്ടായിരുന്നെന്നുള്ളതും, ജോർജ് ലൈസൻസ് എക്സാം ക്ലിയർ ആയെന്നുള്ള കാര്യവും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു തലമുറ ഇതിലൂടെ കടന്നുപോയി. പറഞ്ഞു വെച്ചാൽ നമ്മുടെ ജീവിതം അത്രയ്ക്ക് ഷോർട്ടായിട്ടുള്ളൊരു ലൈഫിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദൈവിക കോളിന് നാം റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, ഹല്ലേലൂയ, നാം ഈ നേടിയതും ഉണ്ടാക്കിയതും എല്ലാം നഷ്ടമാണ്. ഹല്ലേലൂയ. കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ നമ്മളെ മറന്നു പോകും. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പല ഫോട്ടോകളും ആരാന്ന് ചോദിച്ചാൽ പിള്ളേർക്കറിയാമോ? ഇല്ല. പക്ഷെ നമ്മുടെ വിചാരം എന്താ? തലമുറയായിട്ട് നമ്മളെ ഓർക്കുമെന്നും അവർ നമുക്ക് വേണ്ടി ഇതൊക്കെ പണിഞ്ഞു എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ചിന്ത. ഇല്ല, നമ്മളെയൊക്കെ മറന്നു പോകും. പക്ഷേ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നോ എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യം. ഇന്ന് കാണുന്നതെല്ലാം മാറും. പണ്ട് പറയുന്നത് പോലെ ഈ വീടിൻ്റെ ഫാഷൻസൊക്കെ മാറും. ഓരോ വർഷം കഴിയുമ്പോൾ വീടിൻ്റെ ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ വീട് പണിയുമ്പോൾ എന്തോ വിചാരിക്കുന്നത്? നമ്മളിവിടെ നിത്യകാലം ജീവിക്കാൻ പോകുക എന്നുള്ള ഇതിലേക്കായിരിക്കും വീട് പണിയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഫാഷനൊക്കെ മാറി നമ്മുടെ പിള്ളേരൊക്കെ വരുന്ന കഴിയുമ്പോൾ അവരൊക്കെ ഇടിച്ച് വേറെ വീടൊക്കെ പണിയും. അതുപോലെയേ ഉള്ളൂ. നാം അത്ര ഷോർട്ടായിട്ടുള്ളൊരു ലൈഫിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എൻ്റെ പിതാക്കന്മാർ ചെയ്തിരുന്ന കാര്യം, എൻ്റെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറ, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതൊന്നും കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഇതിനകത്തൊന്നും ഒരു വാല്യൂ ഇല്ലാതായിട്ട് മാറും. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ. 2, നമ്മുടെ ചോയ്സാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ഇത് തുറക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഇവിടെ മോശയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. മോശ ആരായിരുന്നു? മോശ ഫറവോൻ്റെ പുത്രിയുടെ മകൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് കമാൻഡ്, എല്ലാ ബെനിഫിറ്റ്സും ഉള്ള വീട്ടിൽ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ മോശ അത്രയ്ക്ക് എൻജോയ് ചെയ്യാമെന്ന അവസ്ഥയിൽ നിന്ന് മോശ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് തൊട്ടേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ മാറ്റുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കോളിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതം എവിടെ വന്ന് അവസാനിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആ ഒരു തീരുമാനത്തിൽ മാറ്റുവാനായിട്ട് കഴിയും. ഇവിടെ മോശ പറയുകയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കൽ മോശ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് മാറുവാനായിട്ട് തീരുമാനിക്കുക. എന്താ? ഇവിടുത്തുള്ള തൽക്കാല ഭോഗത്തേക്കാൾ, അല്ലെങ്കിൽ ഇവിടുള്ള എല്ലാ അനുഗ്രഹത്തേക്കാൾ മോശ പറഞ്ഞു, എനിക്ക് ദൈവജനത്തോടുള്ള കഷ്ടം വലുതെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ മോശയോടൊന്ന് ചോദിക്കണം, എന്താ മോശേ, നീ എന്തുവാലും ഇസ്രായേൽ മക്കളുടെ കൂടെ, അവർ കുടിലിൽ താമസിക്കുന്നു, നീ കൊട്ടാരത്തിൽ താമസിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ അവിടെ പോയി ഒരു പ്രസംഗമൊക്കെ പ്രസംഗിക്കാം, ആരും ഒന്നും പറയത്തില്ല അല്ലേ? പക്ഷെ എന്താ മോശെ ഇതിനകത്തുനിന്ന് മാറി അടുത്ത ഒരു സ്റ്റേജിലോട്ട് കയറാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള കഷ്ടം എന്തിനാ നിനക്ക്? ഹല്ലേലൂയ അല്ലേ? മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനോട് കൂടെ പോയി അവിടെ അഡ്വൈസൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങ് നടന്നാൽ മതിയല്ലോ. എന്തിനാ ഇങ്ങനൊരു കഷ്ടം അനുഭവിക്കാനായിട്ടൊരു തീരുമാനം എടുക്കുന്നത്? ഹല്ലേലൂയ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ.
നമുക്ക് ഇതിനകത്തുനിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് നിൽക്കാം, അകലം വിട്ട് നമുക്ക് പിന്തുടരാം. പക്ഷേ കൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ പത്രോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യേശുവിനെ ഈ പിടിച്ചോണ്ട് പോകുന്ന, ക്രൂശിക്കാനായിട്ട് പിടിച്ചോണ്ട് പോകുന്ന കണ്ടപ്പോൾ മറ്റ് ശിഷ്യന്മാരെല്ലാം അന്നേരെ ഓടിക്കളഞ്ഞു. അവർ പോയടുത്ത് പുല്ല് പോലും കിളിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഓടിക്കളഞ്ഞു. പക്ഷെ പത്രോസിന് അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു വിഷമമുണ്ട്. പത്രോസ് പറഞ്ഞു, എന്തായാലും എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ അനുഗമിക്കാൻ പോവുക. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അനുഗമിക്കാം, അല്ലേ, എനിക്കുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാതെ. അങ്ങനെ ഒരു സൈഡൊക്കെ വിട്ട് ഇങ്ങനെ അനുഗമിച്ച് പോയപ്പോഴാണ് ഒരു പ്രശ്നം പറ്റിയത്. അനേക ചലഞ്ചസ് അവിടെ വന്നത്. ഹല്ലേലൂയ. നീ യുദ്ധക്കളത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. നീ യുദ്ധക്കളത്തിൽ നിന്ന് മാറിയാൽ നിനക്ക് വേറെ തരത്തിലുള്ള ചലഞ്ചസ് വരും. അത് മനസ്സിലായോ? നിന്നെ ദൈവമാക്കിയിരിക്കുന്ന ഒരു വാർ ഫ്രണ്ടിൽ നിന്ന് നീ മാറിയാൽ നിനക്ക് വരുന്ന ചലഞ്ചസ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചലഞ്ചസ് ആയിരിക്കും. അവിടെ യേശുവിൻ്റെ കൂടെ നിന്ന പത്രോസ് യേശുവിനെ അകലം വിട്ട് പിന്തുടരുവാൻ ചിന്തിച്ചപ്പോൾ ഇതാ വരുന്നു വേറെ കുറേ ചലഞ്ചസ്. യേശുവിനെ തള്ളിപ്പറയേണ്ട വരുന്ന ഒരവസ്ഥയിലേക്ക് പത്രോസുമായി മാറി തീരുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതും അകലം വിട്ട് പിന്തുടരുന്നതും തമ്മിൽ ഡിഫറൻ്റാണ്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, മോശ ഒരു കാര്യം തീരുമാനിച്ചു. മോശയുടെ സെലക്ഷൻ ആയിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ കൊട്ടാരത്തിലെ സൗകര്യമൊന്നും വേണ്ട, പകരം എന്തോ ചെയ്തു, എനിക്ക് ദൈവജനത്തോടുള്ള കഷ്ടം മതി. അപ്പോൾ അതിനകത്തുള്ള 3 കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾക്ക് കാരണമായത് ഡ്രൈവിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ സർക്കംസ്റ്റാൻസസ് അല്ലായിരുന്നു. തൻ്റെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ താൻ ഒരു കാര്യം മനസ്സിലായ, അതാണ് തന്നെക്കുറിച്ചുള്ള വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം താൻ മനസ്സിലാക്കിയപ്പോൾ അതിനു വേണ്ടിയിട്ട് മോശ സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് ഇടയായി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് തന്നെ അതിന് പ്രാപ്തനാക്കിയെന്ന് ചോദിച്ചാൽ, എന്ത് കാരണത്താലാണ്, അതിലൂടെ എന്താണ് തനിക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നാം അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനായിട്ട് ഇടയാകും. അത് ഒന്ന്, ഇസ്രായേൽ ജനത്തിനെ നയിക്കുവാനായിട്ടുള്ള ഒരു അഭിഷേകം അല്ലെങ്കിൽ നയിക്കുവാനുള്ള ഒരു നിയോഗം തൻ്റെ മേൽ ലഭിക്കുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നീ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അടുത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ആദ്യം നോക്കുമ്പോഴെല്ലാം നെഗറ്റീവായിരിക്കും. ആദ്യം നോക്കുമ്പോൾ ഇതിനകത്ത് നിനക്കൊരു ബെനിഫിറ്റും കാണത്തില്ല. കഷ്ടതയല്ലാതെ മോശയുടെ മുമ്പിൽ ഒരു ബെനിഫിറ്റും അതിനകത്തില്ല. മോശ നല്ല പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തിലൂടെ പോകുന്നത് മഹാകഷ്ടമാണ്. ഇവർ കിടന്ന് രാവിലെ തൊട്ട് കിടന്ന് അടിയും കൊണ്ടിട്ട് വെയിലത്ത് ഈ കട്ടയുണ്ടാക്കി വല്ലാത്തൊരു കഷ്ടപ്പാടിലോട്ടാണ്. അപ്പോൾ മോശ പറയാണ്, ഞാൻ ആ തീരുമാനം എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് മോശ തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ദൈവഹിതത്തിനനുസരിച്ച് സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്തോ ചെയ്യും? ആൾക്കാർ നിങ്ങളെ എന്തോ സംഭവിച്ചു? ദൈവഹിതത്തിനനുസരിച്ച് മോശ സ്റ്റെപ്പ് എടുത്തപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആൾക്കാർ തന്നെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ടിടയായി. ഹല്ലേലൂയ. കൺഫ്യൂഷൻസ് ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, പുഷ് ബാക്ക് ഉണ്ടായി, ചലഞ്ചസ് ഉണ്ടായി. ഇതിനകത്തൂടെ ഒക്കെ മോശയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, എന്താണ് മോശ അതിനകത്തൂടെ അക്കംപ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിനെ ലീഡ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രത്യേക നിയോഗം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ടിടയായി. മുന്നിൽ നോക്കിയപ്പോൾ മുഴുവൻ കഷ്ടതയാണെങ്കിലും അന്നത്തെ പഴയ നിയമത്തിലെ നിയമങ്ങൾ, മോറൽ ലോസും സിവിൽ ലോസും ഒക്കെ മോശയും കൊണ്ടാണ് ദൈവം എഴുതിപ്പിച്ചത്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇങ്ങനൊരു ലോയൊക്കെ ഒരു മനുഷ്യൻ എഴുതുവാൻ തക്കോണമുള്ള ആ ദൈവകൃപ, അഭിഷേകം മോശയുടെ മേൽ പകരുവാനായിട്ടിടയായി. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ ആദ്യം നോക്കുമ്പോഴൊന്നും നല്ല
ശോഭനമായിട്ടൊന്നും കാണത്തില്ല, എല്ലാം നെഗറ്റീവായിരിക്കും. പക്ഷെ നീ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയാകും. നീ ചിന്തിക്കാത്ത വിചാരത്തിൽ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തുവാനായിട്ടിടയാകും. നിൻ്റെ ബുദ്ധി കൊണ്ടോ പഠിപ്പ് കൊണ്ടോ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന് നിന്നോടുള്ളൊരു വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, നീ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറക്കണം. നീ എടുക്കുന്ന സെലക്ഷനകത്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു റോങ് ഡിസിഷനാണ് നീ എടുക്കുന്നതെങ്കിൽ അതിനൊരു ഡിസ്ട്രക്ഷനാണ്. പക്ഷേ ഒരു റൈറ്റ് ഡിസിഷനാണ് നീ ഇന്ന് എടുക്കുന്നതെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. അബ്രഹാം ലോത്തും കൂടെ പോയപ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ അബ്രഹാം ലോത്തും കൂടെ പോയപ്പോൾ അബ്രഹാം പറഞ്ഞു, ലോത്തേ ഡിസിഷൻ നീ എടുത്തോ. അന്ന് ദേവദാസൻ ചോദിച്ചത്, അത് ഭയങ്കര റിസ്ക് അല്ലേ ലോത്തിൻ്റെ ഈ ഡിസിഷൻ എടുക്കാൻ കൊടുക്കുന്നത്? അബ്രഹാമിന് ഉറപ്പായിരുന്നു ഇവൻ്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് ഇവൻ ലൗകികമായിട്ടുള്ളതേ തിരഞ്ഞെടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഡിസിഷൻ എടുത്തോളൂ, എന്തായാലും നിൻ്റെ ഡിസിഷൻ റോങ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ റൈറ്റ് ഡിസിഷൻ എനിക്ക് വേണ്ടിയിട്ട് ദൈവം കരുതും. പ്രൈസ് ദി ലോർഡ്. എടുക്കുന്ന ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിൻ്റെ ചോയ്സ്, ജീവിതത്തിൽ എടുക്കുന്ന ചോയ്സ് എല്ലാം പ്രതികൂലമായിരിക്കും. പക്ഷേ പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ എടുക്കുന്ന തീരുമാനത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം എടുത്ത തീരുമാനം സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു തീരുമാനമാണ്. തനിക്ക് തന്നെ അറിയത്തില്ല എവിടാ പോകുന്നതെന്ന്. പിള്ളേരും ഭാര്യയൊക്കെ കൂടെ ചോദിക്കും, മനുഷ്യ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എനിക്കറിയത്തില്ല, കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് ഞാൻ പോകുകയാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ ദൈവം തന്നെ ആ വിശ്വാസികളുടെ പിതാവാക്കിയപ്പോൾ ലോത്തിന് ഹല്ലേലൂയ സകലതും കളഞ്ഞിട്ട്, സ്വന്തം ഭാര്യയെ പോലും കളഞ്ഞിട്ട് ഓടേണ്ടതായിട്ടൊരവസ്ഥ വരുവാനായിട്ടിടയായി. നിൻ്റെ തീരുമാനം നിൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. മോശെ ഒരു തീരുമാനമെടുത്തു. തീരുമാനത്തിൻ്റെ അവസാനം എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കർത്തൃമേശയിലേക്ക് അടുവാനായിട്ട് താല്പര്യപ്പെടുന്നു. യോശുവ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതിന് ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു റിവാർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇതാരാ പറയുന്നത്? കൺവെൻഷന് നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്ന പാസ്റ്ററല്ല പറയുന്നത്, സർവശക്തനായ ദൈവമാണ് പറയുന്നത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. ഹല്ലേലൂയ. ഇതിൽ പരമായിട്ടൊരു റെക്കഗ്നേഷൻ ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ലോകത്തിൽ ഇനി എന്ത് വായനാലും, ഇപ്പം ഒരുപക്ഷെ ഈജിപ്തിൽ നിന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈജിപ്തിലെ രാജാവായിരുന്നിരിക്കാം. പക്ഷെ അതിന് ഇതിൻ്റെ 7 അയലത്ത് വരാനായിട്ട് കഴിയുമോ? മോശയുടെ മരണത്തിൽ സർവശക്തനായ അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ ആ യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ മോശ. ഹല്ലേലൂയ. ഒന്നും കണ്ടിട്ടല്ല ദൈവമക്കളെ നാം എടുക്കുന്ന തീരുമാനത്തെ ദൈവം മാനിക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം എന്തെന്നനുസരിച്ച് നീ മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ സക്കായിയുടെ ഒരു ഉദാഹരണം എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ആ കഥ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. സക്കായി ദൈവത്തെ ഒന്ന് കാണാനായിട്ടാണ് വന്നത്. ഒന്ന് കാണാനായിട്ടാണ്. ഇന്ന് പലർക്കും അത് മതി, കണ്ടാൽ മതി. ഹല്ലേലൂയ. കണ്ടിട്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് വന്ന മനുഷ്യനാ. സക്കായോട് പറഞ്ഞു, സക്കായെ നീ പോകണ്ട, ഞാൻ നിൻ്റെ ഭവനത്തിൽ വസിക്കാൻ പോവാ, നീ ഇറങ്ങി വാ. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുക, നമ്മളെങ്ങാണമായിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇല്ല ഇറങ്ങത്തില്ല, ഒരു തരത്തെ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. എനിക്ക് കണ്ടാൽ മതി, വരണ്ട, വീട്ടിൽ വരണ്ട. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറക്കുമോ? നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലൊന്ന് തുറക്കുമോ? നിങ്ങളുടെ കൂടെ പാർക്കാനായിട്ട് എൻ്റെ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുവാനായിട്ട് എൻ്റെ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റൂമിൽ ദൈവത്തിന് വസിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. ഇന്ന് നിങ്ങൾ അതിൻ്റെ വാതിലൊന്ന് തുറന്നാൽ നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ടിടയാകും. ആ ഫെലോഷിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യുവാനായിട്ടിടയാകും. ഹല്ലേലൂയ.
ഇതുവരെ കണ്ട ഒരു ഹല്ലേലൂയ സക്കായി കണ്ട ഒരു ദൈവമല്ല. അവനാൾ ഹല്ലേലൂയ വ്യത്യസ്ത തലങ്ങളിൽ കാണുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അവൻ അനുഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ഫെലോഷിപ്പ് അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഇതിന് മുമ്പിട്ട് സക്കായി പറയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നേടിയതെല്ലാം ഞാൻ അതിനു വേണ്ടി കൊടുക്കുവാൻ റെഡിയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെ ഹല്ലേലൂയ ഞാനൊരു നല്ല പേര് സമ്പാദിച്ചിട്ടില്ല. കാര്യം എന്തായിരുന്നു? ചുങ്കക്കാരനായിരുന്നു, ആർക്കും ഇഷ്ടമല്ലായിരുന്നു, എന്നെ ആർക്കും വെറുപ്പായിരുന്നു, ഞാനൊരു ദുഷ്ടനെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ എൻ്റെ യേശു പറയാണ്, നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആൾക്കാർ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നെന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ നീ ഇന്ന് തുറന്നാൽ ഞാൻ നിന്നോടുകൂടെ ഇന്ന് ഭവനത്തിൽ വസിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുവാനായിട്ട് നിങ്ങൾ റെഡിയാണോ? ഇന്ന് തിരുവചനത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാമെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പോവുകയാണ്, നാം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിൻ്റെ മുമ്പിൽ വാതിലുകളെ നിങ്ങളൊന്ന് തുറക്കുവാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാനായിട്ട് ഇടയാകും. ഒരുപാട് വചനങ്ങൾ കേട്ടു, അത് ഹൃദയത്തിൽ തട്ടി തെറിച്ചു പോയെന്നുള്ള അവസ്ഥ മാറി. ഇന്ന് ഈ വചനം നിങ്ങളുടെ അകത്തേക്കൊന്ന് കയറട്ടെ. കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, ഞാൻ റെഡിയാണപ്പാ. ഇന്ന് ആ കുഞ്ഞ് ചോദിച്ചതുപോലെ, അപ്പാ, യേശു ഇപ്പോഴും ആ ഭവനത്തിൻ്റെ, ആ ചർച്ചിൻ്റെ, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണപ്പാ. ഹല്ലേലൂയ. അല്പസമയം തിരുസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കാം.